ഹായ് ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്ന സാസ്കെ ഉച്ചിക എന്ന ഷിനോബിന്റെ പറ്റിയാണ്. ദ ലീഡർ ഓഫ് ദി ഉച്ചിഹന്റെ മോനാണ് ഇവൻ. മദാറ ഉച്ചിക മോനല്ല, സെക്കൻഡ് ലീഡർ ഓഫ് ഫുഗാക്കു എന്ന സെക്കൻഡ് ലീഡറിന്റെ മോനാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഷിനോബിയാണ് ഇവൻ. ആദ്യമേ ഇവന്റെ ഒറിജിൻസ് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവൻ വലിയൊരു ഷിനോബി ആണ്. അപ്പോൾ ഇവൻ ആദ്യം പിറക്കുകയാണ്. നമ്മുടെ നറൂട്ടോ പിറക്കുന്നതിന് 2 മാസം 3-4 മാസത്തിന് മുന്നേ അവൻ പിറക്കുകയാണ്. അതിനുശേഷം അവൻ പിറന്നിട്ട് ഇവൻ വലിയേട്ടനായിട്ടുള്ള നമ്മുടെ ഇറ്റാച്ചിൻ്റെ കൂടെ ഇവൻ ഇരിക്കത്തുള്ളായിരുന്നുള്ളൂ. അത്ര പവർഫുള്ളാണ്. ഇസൂമിൻ്റെ കൂടെ ഒന്നും പോകത്തില്ലായിരുന്നു. അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള സാസ്കെ ഉച്ചിക എന്ന ഷിനോബിയാണ് ഇവൻ. എന്നിട്ട് കൊച്ചുനാളിൽ തന്നെ ഫയർ സ്റ്റാർ ജുട്സു ഭയങ്കര ഫാസ്റ്റായിട്ട് ഇവൻ ചെയ്യുന്ന ഒരു ചെറുക്കനായിരുന്നു സാസ്കെ ഉച്ചിക കൊച്ചുനാളിൽ തന്നെ. അപ്പോൾ കൊച്ചുനാളിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ വലുതാകുമ്പോൾ ഒന്ന് ഓർത്തു ഗൈസ്. അപ്പോൾ ഇവൻ അതിനുശേഷം അവൻ്റെ ഷെറിങ്ങിന് അവേക്കനാവുന്നു. ഇവനെ അനാഥയാവുന്നു. അവർ അച്ഛനും അമ്മയും ഉച്ചിയ ക്ലാനിൻ്റെ ഫൈറ്റിൽ മരിച്ചു പോവുകയാണ്. കാരണം നമുക്കറിയാം, ഇറ്റാച്ചി ഉച്ചിയ അവരോട് ഫൈറ്റ് ചെയ്ത് എല്ലാവരും കൊല്ലുകയാണ്. കാരണം ലീഡൻ ലീഫിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫുഗാക്കു ഉച്ചിയെ മെയിനായിട്ട് കൊല്ലുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവന് ലീഡർ ആയതുകൊണ്ടാണ്. അപ്പോൾ അവൻ അനാഥയാവുന്നു. പക്ഷെ അനാഥയല്ല, ഇറ്റാച്ചി ഉച്ചിക ഉണ്ടല്ലോ, അവൻ നല്ലോണം നോക്കുന്നുണ്ട്. പക്ഷേ ഇറ്റാച്ചി ഉച്ചികയും നമ്മുടെ സാസ്കെ വലുതായതിനു ശേഷം ഒറോച്ചിമാറിൻ്റെ കൂടെ എന്നല്ല, അതിനുശേഷം ഒറാച്ചിമാർ അവനെ കൺട്രോൾ ചെയ്യുന്നു. ഒറാച്ചിമാർ അവൻ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ കെർസ് മാർക്ക് വെച്ച് കൺട്രോൾ ചെയ്തവനാണ്. അത്രയും വലിയ പവർഫുൾ ആയിട്ട് വലുതായ പിന്നെ വേണോ, അവനെ അങ്ങ് കൈക്കല്ലെടുത്ത് ഉപയോഗിക്കുമായിരുന്നില്ലേ. അത്ര ഇതായിട്ട് നമ്മുടെ സാസ്കെ ഉച്ചിക വലിയ പവർഫുൾ ആയിട്ടുള്ള ഷിനോബി ആവുകയാണ്. ഇറ്റാച്ചി ഉച്ചികനെ അവൻ കൊല്ലുന്നു. കാരണം ഇവനാണെങ്കിൽ പറയുന്നു ഉച്ചിക ക്ലാൻ്റെ പ്രതികാരം വീട്ടണം എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യുകയാണ്. പക്ഷെ അവൻ ഒന്നും ഓർത്തില്ല, അവൻ്റെ സ്വന്തം ചേട്ടനാണ് ഇത് ഇവനെ വളർത്തിയ ചേട്ടനെന്ന്. അതിനുശേഷം അവൻ അതിനെല്ലാം ഓർത്ത് ഫീൽ ചെയ്യുകയാണ്. അപ്പോഴാണ് ബൊബീറ്റോ മദാറയുടെ വേഷത്തിൽ അവിടെ ചുറ്റി നടക്കുന്ന സമയമായിരുന്നു. അതിനുശേഷം ബൊബീറ്റോ അവിടെ മദാറയുടെ വേഷത്തിൽ ചുറ്റി നടക്കുന്ന സമയമായിരുന്നു അത്. വലിയ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ മദാറയുടെ വേഷത്തിൽ തന്നെ അവൻ ചുറ്റി നടന്നിരിക്കുന്നു. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സാസ്കെ ഉച്ചിക എന്ന ഉച്ചിക ഭയങ്കര പവർഫുൾ ആണ്. അതിനുശേഷം നമുക്ക് ഇനി കാണാം, അവൻ ഹൊഗോറോമ ആണെങ്കിൽ അവന് വലിയൊരു റിനേഗൻ, വലിയൊരു പവർഫുൾ 6 പാർട്സ് റിനേഗൻ കൊടുക്കുകയാണ്. അതും വെച്ച് അവൻ ഭയങ്കര പവർഫുൾ ആവുകയാണ്. 6 പാർട്സ് റിനേഗൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവന് എല്ലാവിധ സംഭവങ്ങളും അവൻ കൊടുക്കുകയാണ്. എല്ലാവിധ പവർസും അവന് കൊടുക്കുകയാണ്. ഇന്ദ്രയുടെ പവർ അവന് കൊടുക്കുകയാണ്. നമ്മുടെ നറൂട്ടോയ്ക്ക് അഷിറാഡ കൊടുക്കുകയാണ്. അങ്ങനെ വലിയ പവർഫുൾ ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ സാസ്കെ ഉച്ചിഹ എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ വലുതായിട്ട് അവൻ സാക്കുറയെ കല്യാണം കഴിക്കുകയാണ്. അവന് സാറാഡ എന്ന് പറഞ്ഞ മോള് പിറക്കുകയാണ്. അവൻ ഭയങ്കര പവർഫുൾ ആവുകയാണ്. അവൻ ഒത്തിരി പേരെ ഡിഫീറ്റ് ചെയ്യുകയാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇവൻ. അതിന് മുമ്പിട്ടൊരു കാര്യമുണ്ട്, ദ ഗ്രേറ്റ് നിഞ്ച വാറിൽ തന്നെ നറൂട്ടോവും സാസ്കെയും ഭയങ്കര ഇതായിട്ടിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് രണ്ടുപേരുടെയും ഹാൻഡ് പോകുന്നു. പക്ഷെ സാസ്കെ ആ ഹാൻഡ് ഫിറ്റ് ചെയ്യുന്നില്ല. നറൂട്ടോയ്ക്ക് ആ ഹാൻഡ് ഹഷിറാമ സെൽസ് വെച്ച് ഫിറ്റ് ചെയ്ത്. പക്ഷെ സാസ്കെക്ക് പവേഴ്സ് എല്ലാം ഉണ്ടല്ലോ, ഇനി ഹഷിറാമയുടെ സെൽസും കൂടി വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ് എനിക്ക് ഈ ഒരു ഹാൻഡ് തന്നെ മതിയെന്ന്. പക്ഷെ ഒന്നുണ്ട്, അവന് സുസാനൂടെ ഹാൻഡ് എടുക്കാൻ പറ്റും. അവന് സുസാനൂടെ ചക്ര വെച്ച് അവന് ഒരു ഹാൻഡ് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സുസാനുവിനെ അവൻ കൺട്രോൾ ചെയ്യുമ്പോൾ അവന് 2 ഹാൻഡ് വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ഇല്ലെങ്കിൽ തന്നെ അവൻ സുസാനു വരുത്തുമ്പോൾ സുസാനുക്ക് 2 ഹാൻഡ് ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇമാജിൻ ചെയ്തിട്ടായിരിക്കും അവൻ പറഞ്ഞത് വേണ്ടാന്ന്. അതിനുശേഷം അവന് എല്ലാത്തിനും സോറി പറയുകയാണ്. അങ്ങനെ സുസാനുയുടെ പവർസൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാന്ന് പറഞ്ഞായിരിക്കും അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ കൈ. പിന്നെ അതിനുശേഷം അവൻ സാക്കുറയുടെ ചെയ്യുന്നു. പിന്നെ വലിയ പവർഫുൾ ആവുന്നു അവൻ. ഇതൊക്കെയാണ് അവൻ പിന്നെ അതിനകത്ത് കാണിക്കുന്നത്. നമ്മുടെ നറൂട്ടോ പാസ്റ്റിൽ പോയി രക്ഷിക്കുന്ന. അതിന് ശേഷം നമ്മുടെ ഇറ്റാച്ചി തിരിച്ചു വരികയാണ്. സാസ്കെക്ക് ഒത്തിരി സന്തോഷമാകുന്നു. സാസ്കെ ഭയങ്കര പവർഫുൾ ആകുന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ പവർഫുൾ ഷിനോബി സാസ്കെയാണ്. അവസാനമായി ദ ലാസ്റ്റ് മൂവി ഓഫ് ദി നറൂട്ടോ എന്ന് പറയുന്ന മൂവിക്കകത്ത്, ലാസ്റ്റ് എന്നല്ല, അതിനുശേഷം ഇറങ്ങി കാണും, പക്ഷെ അതൊരു മൂവിയാണ്. അതിനുശേഷം വലിയ വലിയ കല്ലുകൾ മേളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ സാസ്കെ അത് ചിഡോറി വെച്ച് തന്നെ എല്ലാം രക്ഷിക്കുകയാണ്.
ഇതുപോലെ പല പല എല്ലാവരും ഡിഫീറ്റ് ചെയ്ത് വന്ന് ഡാൻസോയിനെ, ഇറ്റാച്ചീനെ എല്ലാവരെയും ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഇവ വന്നേക്കുന്നത്. അത്രയും പവർഫുള്ളായ സാസ്കേനെ ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ്. ഇത്രയും പവർഫുള്ളാണ് അവന് മാത്രം അമത്തരാസു അവന് ഇറ്റാച്ചിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അവന് അമത്തരാസു യൂസ് ചെയ്യാൻ കഴിയും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സാസ്കേനെ ആരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും. അതാണ് ഗൈസിന്റെ പവർ എന്ന് പറയുന്നത്. ഗൈസ് നമുക്കെന്നാ അടുത്ത വീഡിയോക്കകത്ത് കാണാം. അടുത്ത വീഡിയോക്കകത്ത് നമ്മുടെ സാസ്കേന്റെ അച്ഛന്റെ വീഡിയോ ആയിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത്. ഇറ്റാച്ചിയുടെ വീഡിയോ നമ്മൾ